എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തനി നാടൻ പലഹാരമായ പുഴുങ്ങുണ്ടയാണ്. ഈ ഒരു പലഹാരം നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് പണ്ട് ഉണ്ടാക്കി തന്നിരുന്ന ഒന്നാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. ഇതിനായിട്ട് 1 കപ്പ് അളവിൽ പുട്ടുപൊടി നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നനച്ചെടുത്ത പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു നാളികേര കൂട്ടൊന്ന് ഒതുക്കിയെടുക്കണം. അരമുറി നാളികേരവും ഇതിലേക്ക് നല്ല ജീരകവും ഏലക്കയും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് ഒതുക്കിയെടുക്കാനായിട്ടും. ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടാണ് ഒതുക്കിയെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഒതുക്കിയെടുത്ത് കഴിഞ്ഞാൽ നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർക്കാം. ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ തിരുമ്മി ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യമായിട്ട് വരുവാണെങ്കിൽ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വീണ്ടും നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലോണം തന്നെ കുഴച്ചെടുക്കാം. നമ്മൾ തിരുമ്മി എടുത്തിട്ടുള്ള നാളികേരത്തിന്റെ പാല് മുഴുവനും തന്നെ പൊടിയിലേക്ക് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഉരുട്ടിയും കൂടി നോക്കാം. ഉരുട്ടി നോക്കുമ്പോൾ കൈകൊണ്ട് നല്ലതുപോലെ ഷേപ്പാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു പലഹാരത്തിന്റെ കൂട്ട് കറക്റ്റ് ആണ്. ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ടും. എല്ലാ ബോളും ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ആവി വരുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചു കൂടി എടുക്കാം. ഒരു കണ പുട്ട് വേകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരവും വേവിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.